WSP/B over WTP. വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ. WSP വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റും ഒരു സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് ആണ്. അതായത് ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ ഡൺ വിത്ത് ദ പ്രോട്ടോക്കോൾ. WSP/B over WTP. WSP/B എന്ന് പറഞ്ഞാൽ വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ സ്ലാഷ് ബ്രൗസിംഗ്. WAP എന്ന് പറഞ്ഞാൽ വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ. WAPയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബ്രൗസിംഗ് ടൈപ്പ് ആപ്ലിക്കേഷന് സ്യൂട്ട് ആയിട്ടുള്ള പ്രോട്ടോക്കോൾസോ അല്ലെങ്കിൽ സർവീസസോ കംപ്രൈസ് ചെയ്തിട്ടുള്ളത് ഈ WSP/Bയിലാണ്. പിന്നെ ഈ WSP/Bൻ്റെ ട്രാൻസാക്ഷൻ സർവീസ് WTP അല്ലെങ്കിൽ ഡാറ്റാഗ്രാം സർവീസിലോ WDPയിലൂടെയാണ് പ്രോട്ടോക്കോൾ സീക്വൻസ് WSP/B ഓവർ WTPയിൽ ഷോ ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് 3 സർവീസ് ക്ലാസ്സസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് 0, ക്ലാസ് 1, ക്ലാസ് 2. അൺകൺഫേംഡ് പുഷും സെഷൻ റെസ്യൂമും സെഷൻ മാനേജ്മെൻറ്റുമാണ് ക്ലാസ് 0യിൽ യൂസ് ചെയ്യുന്നത്. ക്ലാസ് 1ൽ യൂസ് ചെയ്യുന്നത് കൺഫേംഡ് പുഷും മെത്തേഡ് ഇൻവൊക്കേഷൻ സെക്ഷൻ റെസ്യൂം ആൻഡ് സെഷൻ മാനേജ്മെൻ്റ് ആണ് ക്ലാസ് 2ൽ യൂസ് ചെയ്യുന്നത്. അടുത്തത് WSP/B സെഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇവിടെ WTC ക്ലാസ്സസിന് ക്ലാസ് 2 ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് WSP/Bൻ്റെ സെഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. S/connect.RIC പ്രിമിറ്റീവ് യൂസ് ചെയ്ത് ഒരു ക്ലയൻറ്റിന് ഒരു ന്യൂ സെഷൻ റിക്വസ്റ്റ് ചെയ്യാൻ കഴിയും. സെർവർ അഡ്രസ്, ക്ലയൻറ്റ് ഹെഡർ, റിക്വസ്റ്റഡ് കാപ്പബിലിറ്റീസ് ഇതൊക്കെയാണ് ഇതിൻ്റെ പാരാമീറ്റേഴ്സ്. ക്ലയൻറ്റ് ഹെഡറും റിക്വസ്റ്റഡ് കാപ്പബിലിറ്റീസും അതിൽ ഓപ്ഷണലായിട്ട്. പിന്നെ സെർവർ ഒരു ന്യൂ സെഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ S/connect.RES പാരാമീറ്റേഴ്സും യൂസ് ചെയ്ത് ആൻസർ ചെയ്യും. പിന്നെ ക്ലയൻറ്റ് ഹെഡർ സെയിം ആയിട്ടുള്ള ഫങ്ഷൻസും കാപ്പബിലിറ്റി നെഗോട്ടേഷൻസും ആവശ്യമുള്ള WSP/B സെഷൻ സസ്പെൻഷൻ ആൻഡ് റെസ്യൂം. ഇവിടെ സെഷൻ സസ്പെൻഷൻ ഡാറ്റ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക്കലി അബോർട്ട് ചെയ്യുകയും ക്ലയൻറ്റ് ആൻഡ് സെർവർ സൈഡിലും സെഷൻ്റെ കറൻറ്റ് സ്റ്റേറ്റിലും ഫ്രീസ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലയൻറ്റ് S/suspend.REQ യൂസ് ചെയ്ത് ഒരു സെഷൻ സസ്പെൻഡ് ചെയ്യും. WTP ക്ലാസ് 0 ട്രാൻസാക്ഷൻ യൂസ് ചെയ്ത് സസ്പെൻഡ് ചെയ്ത PDU സെർവറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ WSP/B ക്ലയൻറ്റ് സെർവേഴ്സ് ഐഡിയിൽ S/suspend.int സസ്പെൻഷനിൽ സിഗ്നൽ ചെയ്യും. സസ്പെൻഷൻ റീസൺ 6 മാത്രമാണ് പാരാമീറ്റർ. സെർവർ ആഡ്, ക്ലയൻറ്റ് ആഡ് എന്നിവയാണ് റെസ്യൂം പാരാമീറ്റേഴ്സ്. ഒരു സെഷൻ റെസ്യൂം ചെയ്യുന്നതിന് ഒരു കൺഫേംഡ് ഓപ്പറേഷൻ ആണ്. അടുത്തത് WSP/B സെഷൻ ടെർമിനേഷൻ. S/disconnect.REQ സർവീസ് പ്രിമിറ്റീവ് യൂസ് ചെയ്താണ് ഒരു സെഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കറൻറ്റ് മെത്തേഡ്സോ അല്ലെങ്കിൽ പുഷസ് ട്രാൻസാക്ഷനോ ഈ പ്രിമിറ്റീവ് അബോർട്ട് ചെയ്യും. S/disconnect.int യൂസ് ചെയ്തിട്ട് ബോത്ത് സൈഡിലും ഡിസ്കണക്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
അടുത്തത് WSP/B കംപ്ലീറ്റഡ് ട്രാൻസാക്ഷൻ. പെൻഡിങ് ട്രാൻസാക്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്ലയൻറ്റ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ ആണ് പാരാമീറ്റർ. WTP ക്ലാസ് 2 ട്രാൻസാക്ഷൻ സർവീസ് ഇപ്പോൾ മെത്തേഡ് PDU സെർവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗെറ്റ് PDUകളിലെ HTTP/1.1 ഗെറ്റ് ഓപ്ഷൻസ് ഹെഡ് ഡിലീറ്റ് ആൻഡ് ട്രേസ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ അതിൽ വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ സെർവറിലേക്ക് കണ്ടൻറ്റ് സെൻഡ് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ അഡീഷണൽ പാരാമീറ്റേഴ്സ് ഇതിൽ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റസ്, റെസ്പോൺസ് ഹെഡർ, റെസ്പോൺസ് ബോഡിയാണ്. അടുത്തത് WSP യൂട്ടിലൈസേഷൻ ഓഫ് WTP ആസ് ലോവർ ലെയർ. ഇവിടെ WSP/B പർപ്പസിന് അണ്ടർലൈയിങ് WTP സർവീസസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. മെത്തേഡ് ഇൻവോക്ക് .req പ്രിമിറ്റീവ് tr/invoke.req പ്രിമിറ്റീവിനെ ട്രിഗർ ചെയ്യും. WSP ലെയറിൻ്റെ പാരാമീറ്റർ WTP ലെയർഡ് യൂസ് ഡാറ്റ ആണ്. അടുത്തത് WSP/B അസിൻക്രണസ് അൺഓർഡേർഡ് റിക്വസ്റ്റ്. ഇവിടെ ക്ലയൻറ്റ് സൈഡിൽ 4 റിക്വസ്റ്റ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കണ്ട ഫിഗർ. int ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ WSP സെർവറിൻ്റെ സൈഡിൽ ഏത് ഓർഡറിലും അവ ഡെലിവർ ചെയ്യാം. പിന്നെ സെർവറിൻ്റെ സൈഡിലെ യൂസേഴ്സിന് റിക്വസ്റ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് ടൈം ആവശ്യമാണ്. ഒരു എക്സാമ്പിളായിട്ട് വേറെ അതർ ഡാറ്റാസ് ഓൾറെഡി മെമ്മറിയിൽ അവൈലബിൾ ആയിരിക്കുമ്പോൾ കുറച്ച് റിക്വസ്റ്റ് ഡാറ്റാസ് നിന്നിട്ട് ഫെച്ച് ചെയ്യും. അപ്പോൾ WSP സർവീസസിൽ S/SAP ക്ലയൻറ്റിലേക്ക് മാത്രമേ അതിന് അപ്പിയർ ചെയ്യുള്ളൂ. സോ മെത്തേഡ് result/i.req എന്നത് ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അടുത്തത് WSP/B നോൺ കൺഫേംഡ് പുഷ്. പുഷ് പ്രിമിറ്റീവിൻ്റെ ഹെൽപ്പോട് കൂടെ ഒരു സെർവറിന് ഒരു ക്ലയൻറ്റിലേക്ക് ഡാറ്റാസ് ഫോർവേഡ് ചെയ്യാൻ കഴിയും. ഫിഗറിൽ കാണിക്കുന്നത് പോലെ നോൺ കൺഫേംഡ് പുഷാണ് ഏറ്റവും സിംപ്ലസ്റ്റ് പുഷ് മെക്കാനിസം. പുഷ് ഹെഡ് ആൻഡ് പുഷ് ബോഡിയാണ് പാരാമീറ്റേഴ്സ്. ലാസ്റ്റ് വൺ WSP/B കൺഫേംഡ് പുഷ്. മോർ റിലയബിൾ ആയിട്ടുള്ള പുഷ് സർവീസസ് ഫിഗറിൽ കാണിക്കുന്നത് പോലെ കൺഫേംഡ് പുഷ് പ്രിമിറ്റീവ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സെർവർ പുഷ് ഐഡൻറ്റിഫയർ യൂസ് ചെയ്ത് പുഷ് ഡിറ്റർമൈൻ ചെയ്യും. ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് പെൻഡിങ് പുഷസ് തിരിച്ചറിയാൻ ഇതെന്തായിരിക്കും സഹായിക്കും. ഇതിനു വേണ്ടി ക്ലയൻറ്റ് സൈഡിൽ ക്ലയൻറ്റ് പുഷ് ഐഡൻറ്റിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. താങ്ക്സ്.